മിക്കും കൂട്ടുകാരും വരുന്നേ, യേശുവിന്റെ ദൂതുകളേന്തി നിങ്ങൾക്കരികിൽ വരുന്നേ. മിക്കും കൂട്ടുകാരും വരുന്നേ, യേശുവിന്റെ ദൂതുകളേന്തി നിങ്ങൾക്കരികിൽ വരുന്നേ. പാർക്ക് തുടങ്ങിയത് വളരെ നന്നായി അല്ലേ? അതെ അതെ, വൈകുന്നേരങ്ങളിൽ വന്ന് ചെലവഴിക്കാൻ പറ്റിയ ഇടം. ഇവിടെ ഒരു വലിയ അഞ്ഞലൂഞ്ഞാലുണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അഞ്ഞലൂഞ്ഞാൽ എന്തിനാ? സാധാരണ ഊഞ്ഞാൽ പോരെ? സാധാരണ ഊഞ്ഞാൽ ഒരു രസവും ഇല്ല. അഞ്ഞലൂഞ്ഞാൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഓടിപ്പോയി കയറിയാലേ. എന്നിട്ട് വേണം ഈർക്കലി പോലെയുള്ള നീ പറന്നു പോവാൻ. അയ്യടാ, ഞാൻ പറന്നൊന്നും പോവില്ല. ഞാൻ അച്ഛനൊപ്പമേ ആഞ്ഞലൂഞ്ഞാലിൽ കയറുള്ളൂ. അച്ഛൻ എന്നെ ചേർത്ത് പിടിച്ചോളൂ. അപ്പോഴാ. എന്നാ നിനക്ക് കൊള്ളാം. എന്താണ് തക്കുടു നീ ആലോചിക്കുന്നേ? ഈ പാർക്കിൽ ഇങ്ങനെ ഐസ്ക്രീം തിന്നോണ്ടെടുക്കാൻ എന്ത് രസല്ലേ? അയ്യടാ മോനെ, നിനക്ക് എവിടെ പോയാലും ഇങ്ങനെ ഐസ്ക്രീം നുണഞ്ഞു നടക്കാനല്ലേ ഇഷ്ടം? പിന്നല്ലാതെ ഈ ഐസ്ക്രീം നുണയാനുള്ളതല്ലേ. മാത്രല്ല എനിക്ക് ഐസ്ക്രീം ഭയങ്കര ഇഷ്ടാ. എടാ, ഈ ഐസ്ക്രീം എപ്പോഴും കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല. ജലദോഷവും തൊണ്ടവേദനയൊക്കെ വരും. അങ്ങനെ വന്നാ പനി പിടിക്കും. നമ്മൾ വീട്ടിൽ കിടപ്പിലാവും. അത് കൊള്ളാം. എന്നാ പിന്നെ സ്കൂളിൽ പോണ്ടല്ലോ. പോൾസൺ സാറിന്റെ കണക്ക് ക്ലാസ് രക്ഷപ്പെടുകയും ചെയ്യാം. സ്കൂളിൽ പോവാതിരിക്കാൻ ഒരു കാരണം തേടി നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെയൊന്ന് കിട്ടിയത്. കൊള്ളാമ്മയുടെ തക്കടു. നിന്റെ അച്ഛൻ കേക്കണ്ട. അവന്റെ അച്ഛൻ മാത്രമല്ല, പോൾസൺ സാറ് കേട്ടാലും കുഴപ്പമാ. ചേട്ടാ, ഒരു ചോക്ലേറ്റ്. ഐസ്ക്രീം കഴിച്ചു കളയുന്ന കാശ് വല്ലതും പാവങ്ങൾക്കും കൊടുത്തൂടെ? എന്റെ അറിവിൽ ലോകത്തിലെ ഏറ്റവും വലിയ പാവം ഞാനാണ്. ആ പാവലടാ, അങ്ങനെയല്ല. അങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെ? അതിപ്പോ എങ്ങനെ പറയാനാ? അതായത് പൈസയൊന്നും ഇല്ലാതെ കഷ്ടപ്പെടുന്ന പാവങ്ങളില്ലേ, അവര്. അതിപ്പോ പാവങ്ങളെ എവിടെ കിട്ടും?
അതിപ്പോ ലോകത്ത് കഷ്ടപ്പാട് അനുഭവിക്കുന്ന എത്രയോ പാവങ്ങളുണ്ട്. അവർക്ക് ആർക്കെങ്കിലും കൊടുക്കാവല്ലോ. ഡാ കണ്ടോ, ഒരു പാവം കുട്ടിയിൽ നിന്ന് പിച്ച തിണ്ടുന്നത് കൊടുത്തൂടായിരുന്നോ? ഏയ്, അമ്മച്ചി പറഞ്ഞിട്ടുണ്ട് ഈ പിച്ച എടുക്കുന്നവരെല്ലാം പാവങ്ങളൊന്നുമല്ലാന്ന്, തട്ടിപ്പുകാരും ഉണ്ടെന്ന്. അതിപ്പോ നമ്മളെങ്ങനെയാ തിരിച്ചറിയുന്നേ? അതിന് വഴിയൊന്നുമില്ല. അതുകൊണ്ടാ പിച്ചക്കാരുടെ കാര്യം ഞാൻ പറയാത്തത്. എന്റെ കയ്യിലൊന്നുമില്ല. എന്താ കൂട്ടുകാരന്റെ പേര്? വാട്ട് ഈസ് യുവർ നെയിം? പേര്. നാം ക്യാ ഹേ? രാഹുൽ. ഓ, ഹിന്ദി. പൊന്നു, ഷാരൂഖ് ഖാൻ അറിയോന്ന് ചോദിക്കും. ഒന്ന് മിണ്ടാതിരിക്കടാ. അതിപ്പോ ഞാൻ മലയാളിയല്ലേ, എനിക്ക് മമ്മൂട്ടി അറിയാം, പിന്നെ സന്തോഷ് പണ്ഡിറ്റിനെ അറിയാം. അതുപോലെ ഹിന്ദിക്കാർ ഷാരൂഖ് ഖാനെ അറിയണല്ലോ. എന്നാ പിന്നെ ഉറപ്പിക്കാം, ഇവൻ ഹിന്ദിക്കാരനാണ്. നമ്മൾ ഹിന്ദിക്കാരല്ലല്ലോ, എന്നിട്ടും നമുക്ക് ഷാരൂഖ് ഖാനെ അറിയാമല്ലോ. ഹോ, ഒന്ന് ചുമ്മാതിരിക്കോ. ഇവൻ ഹിന്ദിക്കാരനായാൽ എന്ത്, അല്ലെങ്കിൽ എന്ത്? തൂ ഹിന്ദിക്കാരൻ ഹേ? അത് ഞാൻ നേരത്തെ നോക്കിയ കാര്യം തന്നെയാ. तुझे क्या चाहिए इधर? നഹി, മേ चलो बसंत, हम जाएगा. നമ്മോട് ആ കുട്ടി എന്താ പേര് പറഞ്ഞത്? രാഹുൽ എന്നെങ്ങാണ്ടല്ലേ? പക്ഷേ അയാൾ അവനെ ബസന്ത് എന്നാണല്ലോ വിളിച്ചത്. ശരിയാണല്ലോ. ചിലപ്പോ അവന് 2 പേരുണ്ടാവും. വന്നേ, നേരം പോയി. വീട്ടില് നല്ല പഴംപൊരി ഉണ്ടാക്കുന്നുണ്ട്, നമുക്ക് പോയി ചായന്റെ കൂടെ തിന്നാനേ. ഈ ഒരു വിചാരം മാത്രമുള്ളോ? ഒരു സീരിയസ് കാര്യം പറയുന്നതിന്റെ ഇടയിലാ അവന്റെ ഒരു തീറ്റ. പിന്നെ അവളെ എന്താ കളിയാക്കാത്ത? വഴക്കുണ്ടാക്കണ്ട, പോവാൻ വാ. ദൈവമേ, ആ കുട്ടിയെ ഓർത്ത് എനിക്ക് ഒട്ടും സമാധാനം കിട്ടുന്നില്ല. എന്റെ ഉറക്കം തന്നെ നഷ്ടപ്പെട്ടു. എന്തെങ്കിലും ചെയ്യണേ. ദൈവമേ, ആ കുട്ടിയെ ഓർത്ത് എനിക്ക് ഒട്ടും സമാധാനം കിട്ടുന്നില്ല. എന്റെ ഉറക്കം തന്നെ നഷ്ടപ്പെട്ടു. എന്തെങ്കിലും ചെയ്യണേ. ഷടാ, എന്നാലും പൊന്നു ഇതെവിടെ പോയി? നിങ്ങളോടൊന്നും പറഞ്ഞില്ലേ? നീയല്ലേ അവള് കളിയാക്കുന്നു എന്ന് പരാതി പറയുന്നേ, എന്നിട്ടിപ്പൊ കാണാതില്ലാത്തപ്പോ വിഷമിക്കുന്നോ? എത്ര കളിയാക്കിയാലും കൂട്ടുകാരെ കാണാതിരിക്കുമ്പോ വിഷമം വരില്ലേ? ദാ വന്നല്ലോ. എന്താ പൊന്നു മുഖം വല്ലാതെ ഇരിക്കുന്നത്? ഞാൻ ഇന്ന് പാർക്ക് വരെ പോയിരുന്നു. പാർക്കിൽ പോയാ സന്തോഷല്ലേ ഉണ്ടാവണ്ടേ? ഞാൻ ഇന്നലെ കണ്ട ആ കുട്ടി അന്വേഷിച്ചാ പോയത്. അവൻ വേറെ എവിടെയും പോയിട്ട് പിച്ചെടുക്കായിരിക്കും. പക്ഷേ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അവൻ പറഞ്ഞത് ഒരു പേര്, അയാൾ വന്ന് വിളിച്ചത് വേറൊരു പേര്. ആകെ കൺഫ്യൂഷൻ. അതെനിക്കും തോന്നിയതാ, അവന് പിന്നിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന്. നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നേ? ആ കുട്ടിക്കൊന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങൾ സംശയിച്ചത് ശരിയായിരുന്നു. ആ കുട്ടിയുടെ ശരിക്കുള്ള പേര് രാഹുൽ തന്നെയാണ്. അപ്പോ ബസന്ത്, ആ കഥ നിങ്ങൾക്ക് പറഞ്ഞു തരാം. രാഹുൽ, അകത്ത് വാ. പ്രിയപ്പെട്ട ഡയറി, ഇന്ന് ഒരുപാട് നേരം ഞാൻ ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് നോക്കി കുട്ടികൾ കളിക്കുന്നത് നോക്കി നിന്നു. അവർ എന്ത് സന്തുഷ്ടരാണ്. എന്നെ മാത്രം പുറത്തു പോകുന്നതിൽ നിന്ന് വിലക്കിയിരിക്കുക. സ്കൂളിലും എനിക്ക് കൂട്ടുകാരില്ല. ആരോടാണിത് പറയേണ്ടത്? എന്റെ കാര്യങ്ങളൊന്നും ആരും അന്വേഷിക്കുന്നില്ല. സ്കൂളിലാണെങ്കിൽ എനിക്ക് നല്ല കൂട്ടുകാരും ഇല്ല.
രാഹുലെ, ഞാൻ പുറത്തു പോവാട്ടോ. കഥ കടച്ചേക്ക്. നമ്മുടെ സമയം അത്ര ശരിയല്ല എന്നാ തോന്നുന്നത്. അതെന്താ? പഴയതുപോലെ ലാഭമൊന്നും കിട്ടുന്നില്ല. അത് സമയത്തിന്റെ കുഴപ്പമൊന്നും അല്ലടാ, നമ്മുടെ തന്നെ പ്രശ്നമാണ്. അല്ല, നമുക്കെന്താ പ്രശ്നം? നമ്മൾ 4 മുതിർന്നവർ പിച്ചെടുത്താൽ ആർക്കും ഒന്നും തരാൻ തോന്നൂല. അതെ, ഒരു വിശ്വാസം തോന്നണമെങ്കിൽ ഒരു കുട്ടിയെങ്കിലും കൂടെ വേണം. അതൊരു നല്ല ഐഡിയ. പക്ഷേ ഒരു കുട്ടിയെ എങ്ങനെ വഴിയുണ്ടാക്കാന്നേ? എങ്ങനെ? ഇവിടെ ഈ പരിസരത്ത് ഒരുപാട് കുട്ടികളുണ്ട്. അതിലാരെങ്കിലും നമുക്ക് പൊക്കാന്നേ. സ്കൂളിൽ സുഹൃത്താകണമെന്ന് ഞാൻ ആഗ്രഹം പറഞ്ഞിട്ട് ആരും മിണ്ടുന്നില്ല. വഴിയിൽ ചില ആൾക്കാർ നോക്കി ചിരിക്കാറുണ്ട്. പക്ഷെ പരിചയമില്ലാത്തവരോട് സംസാരിക്കരുതെന്നാ അമ്മ പറഞ്ഞത്. പക്ഷേ എനിക്ക് ആകെ പരിചയം കാണിക്കുന്നത് അവരെയുള്ളെന്ന് വെച്ചാലോ? ഇന്ന് തിരിഞ്ഞു നോക്കിയ പയ്യൻ കൊള്ളാം. ആ, കണ്ടാൽ ഓരോമനത്തൊക്കെ തോന്നും. ശരിയാ, അവനാണെങ്കിലേ എല്ലാവരും നല്ലപോലെ കാശ് തരും. മിടുക്കനാ. ഭിക്ഷക്കാർക്ക് കൊടുത്താലേ അവരും ഹാപ്പി. പക്ഷേ അവനെ എങ്ങനെ നമ്മുടെ കൂടെ ചേർക്കും? വഴിയുണ്ടടാ. അവന് വീടും സ്ഥലമൊന്നും ഓർമ്മിക്കാനുള്ള പ്രായമായിട്ടില്ല. നമുക്ക് അവനെയും കൊണ്ട് പോവാം. എങ്ങോട്ട്? കേരളത്തിലേക്ക് പോവാം. അവിടെ ആവുമ്പോ ആൾക്കാർക്ക് കുറച്ചുകൂടി കാശും ദയൊക്കെ ഉണ്ടാവും. മോനെ, ഇങ്ങോട്ട് വാ. ഇങ്ങ് അടുത്തേക്ക് വാ. ഈ ഐസ്ക്രീം കഴിക്ക്. അയാൾ രാഹുലിനെയും കൊണ്ട് ദൂരെ ഒരിടത്ത് പോയി. എന്നിട്ട് അവർ അവനെ ഒരുപാട് ഉപദ്രവിച്ചു. എന്നിട്ട് കേരളത്തിലേക്ക് കടത്തി ഭിക്ഷയാചിക്കാൻ. പക്ഷേ എന്തിനാ കേരളത്തിലേക്ക് വന്നേ? അവർക്ക് നമ്മുടെ ഭാഷ അറിയില്ലല്ലോ, ആരും തിരിച്ചറിയില്ല. പക്ഷെ കഥയിൽ അവള് മലയാളം പറഞ്ഞല്ലോ. അത് നമുക്ക് കഥ മനസ്സിലാവാൻ മാലാഖ മലയാളത്തിൽ പറഞ്ഞാടാ. എന്നിട്ട് അവനിപ്പോ എവിടെയാ? അതും പറയാം. ये क्या माया? സാറേ, ഒരു കുട്ടി അവരുടെ കൂടെ. അവരുടെ കുട്ടിയാവുന്നേ? അല്ല സാർ, ആ കുട്ടിയുടെ വേഷം കണ്ടോ? എന്തോ ഒരു പന്തികളുണ്ട് സാർ. बेटा, तुम्हारा नाम क्या है? राहुल। क्या है साहब? ये कौन है? बसंत, मेरा बेटा। अदेयो, उसने बोला उसकी नाम राहुल है। बेटा, ये आदमी तुम्हारा पिताजी है? नहीं साहब, मेरा घर गुजरात में है। അത് ശരി, തട്ടിക്കൊണ്ടു വന്നതാണല്ലേ. ഇങ്ങോട്ട് കേരള. हम तुम्हें तुम्हारी घर ले जाएगा.
ആഹാ, അത് കൊള്ളാം. എന്നിട്ട് അവൻ നാളെ അവന്റെ അമ്മയും അച്ഛനെയും കാണും. കഴിഞ്ഞ 2 വർഷമായി അവർ സമാധാനത്തോടെ ഉറങ്ങിയിട്ടോ ഉണ്ടിട്ടോ ഇല്ല. പരിചയമില്ലാത്തവരോട് അടുപ്പം കാണിക്കുന്നത് അപകടമായേക്കാം. ഇപ്പോഴാണ് എനിക്ക് സമാധാനായത്. നിങ്ങളെപ്പോലുള്ളവരുടെ നല്ല മനസ്സിലാണ് ദൈവത്തിന്റെ യഥാർത്ഥ ഇരിപ്പിടം. എന്നാലേ നമുക്ക് പാർക്കിലൊന്ന് നടക്കാൻ പോയാലോ? നിനക്കൊരു ഐസ്ക്രീം വാങ്ങി തരാടാ. ഹായ്.